നമസ്കാരം. ചുമതലയേറ്റിട്ട് ഒരു മാസമാകാൻ പോവുകയാണ് വി.ഡി. സതീശൻ മന്ത്രിസഭ. ഇതിനോടകം നിരവധി ആരോപണങ്ങളും വിവാദങ്ങളുമൊക്കെ ഈ സർക്കാരിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവുന്നുണ്ടെങ്കിലും അതിൽ പലതും ഇപ്പോഴും കൃത്യമായ വിശദീകരണമില്ലാതെ അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ടെങ്കിലും ജനങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. ജനങ്ങളിപ്പോഴും സതീശൻ്റെ ചെറിയ ചെറിയ കുറ്റങ്ങളും തെറ്റുകളും ക്ഷമിക്കാൻ ഒരുക്കമാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ നാട് വല്ലാതെ ഭരിച്ചു മുടിപ്പിച്ച പിണറായി ഇറങ്ങിപ്പോയതിൻ്റെ ആഹ്ലാദം അല്പസ്വല്പം തെറ്റുകളൊക്കെ ക്ഷമിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നു. ഈ സാഹചര്യത്തിൽ വളരെ ശ്രദ്ധേയമായൊരു വാർത്തയാണ് ഇന്ന് പുറത്തേക്ക് വന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസത്തിൽ സംസ്ഥാനത്തിൻ്റെ നികുതിയേതര വരുമാനം 5000 കോടിയിൽ ഏറെ വർദ്ധിച്ചു എന്നതാണിത്. ഇതൊരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. പിണറായി സർക്കാർ ഏപ്രിൽ മെയ് മാസത്തിൽ വരുമാന വർധനവുണ്ടായെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം വി.ഡി. സതീശനോ അദ്ദേഹത്തിൻ്റെ സർക്കാരിനോ അല്ല. എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ 2 മാസം ഇവിടെ ഭരണമുണ്ടായിരുന്നില്ല. ഇടതുമുന്നണി എല്ലാവരും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലായിരുന്നു. LDF അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടേതായ തിരക്കിലായിരുന്നു. ഏപ്രിൽ മാസത്തിൻ്റെ ആദ്യ വാരം തന്നെ തെരഞ്ഞെടുപ്പ് നടന്നു. ഏപ്രിലും മെയ്യിലും സർക്കാരില്ലാത്ത അവസ്ഥയായിരുന്നു. സർക്കാർ വീണ്ടും ഉണ്ടാകുമോ ഇല്ലയോ എന്നുറപ്പില്ലെങ്കിലും മന്ത്രിമാരാരും ഓഫീസിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. മുഖ്യമന്ത്രി പോലും വല്ലപ്പോഴും വന്നിട്ട് പോയി. ഭരണം ഒരു തരത്തിലും ഉണ്ടായിരുന്നില്ല. ഉദ്യോഗസ്ഥ തലത്തിലും അനിശ്ചിതത്വമായിരുന്നു. നികുതി പിരിവ് കാർക്കശ്യമാക്കാൻ ഒരു നിലപാടുമുണ്ടായില്ല. സർക്കാരിന് എന്തു സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന സമീപനത്തിലായിരുന്നു. നികുതി വർദ്ധിപ്പിച്ചിട്ടില്ല. നികുതി പിരിവിന് വേണ്ടി ഊർജിത പദ്ധതികൾ നടപ്പിലാക്കിയില്ല. ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഉഴപ്പിലായിരുന്നു. ഇത്തരം സാഹചര്യത്തിൽ സ്വാഭാവികമായും വരുമാന നഷ്ടമുണ്ടാവേണ്ട സാഹചര്യത്തിൽ എങ്ങനെയാണ് വരുമാന വർധനമുണ്ടായത്? UDF സർക്കാരിൻ്റെ നേട്ടമായി കണക്കാക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും ഈ അപ്രതീക്ഷിതമായ വരുമാന വർധനവ് UDF സർക്കാരിന് വലിയ തിളക്കവും പ്രതീക്ഷയും നൽകുമ്പോൾ അത് വിശദമായി പരിശോധിക്കേണ്ടതാണ്. കഴിഞ്ഞ വർഷം ഏപ്രിൽ മെയ് മാസം, അതായത് 2025 ഏപ്രിൽ മെയ് മാസത്തിൽ സംസ്ഥാന ഖജനാവിലേക്ക് എത്തിയത് 16,667 കോടി രൂപയായിരുന്നെങ്കിൽ ഈ വർഷം, അതായത് 2026 ഏപ്രിൽ മെയ് മാസത്തിലെത്തിയത് 22,296 കോടി രൂപയാണ്. അതായത് 5,629 കോടി രൂപ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസത്തേക്കാൾ കൂടുതൽ ഇത്തവണയുണ്ട്. ഈ സാമ്പത്തിക വർഷം അധികമായി സർക്കാർ ശേഖരിക്കണം എന്ന് കണക്കുകൂട്ടുന്ന തുകയുടെ 14% 2 മാസം കൊണ്ട് തന്നെ ലഭിച്ചിരിക്കുന്നു. ഈ കണക്ക് ആവർത്തിച്ചാൽ സർക്കാരിൻ്റെ പ്രതീക്ഷയെ കടത്തിവെട്ടി ഒരു 50,000 കോടിയിൽ അധികം രൂപ അധികമായി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ ഏപ്രിലിൽ 3,502 കോടി രൂപ കേന്ദ്ര സർക്കാർ IGST വിഹിതമായി നൽകിയത് കൊണ്ടാണ് ഖജനാവ് പിടിച്ചു നിന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ലഭിച്ചത്. എന്നാൽ കഴിഞ്ഞ വർഷം ഇത് വെറും 2,253 കോടിയായിരുന്നു. എന്ന് വെച്ചാൽ 1,249 കോടി രൂപ കഴിഞ്ഞ ഏപ്രിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഈ ഏപ്രിൽ ലഭിച്ചു. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് GST വരുമാനത്തിലെ വർധനവ് മാത്രമല്ല, മറ്റ് നികുതിയേതര വരുമാനങ്ങളിലും വർധനവുണ്ടായിട്ടുണ്ട് എന്നാണ്. GST ഇനത്തിൽ 1,968 കോടിയുടെയും നികുതിയേതര വരുമാനം 1,259 കോടിയുടെയും വർധനവാണ് ഈ ഏപ്രിൽ മെയ് മാസത്തിൽ രേഖപ്പെടുത്തിയത്. പിണറായി സർക്കാർ ഈ വർഷം ഉണ്ടായേക്കുമെന്ന് കണക്ക് കൂട്ടിയ ഏതാണ്ട് 20,000 കോടി രൂപ അപ്രത്യക്ഷമായി എന്ന് സതീശൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. മെയ് 16 6,000 കോടി ഉണ്ടോ? 2,000 കോടി രൂപയുള്ളൂ. അപ്പൊ ബാക്കി വെച്ചിട്ടാണ് പോകുന്നതെന്ന് ഈ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പാവപ്പെട്ട ജനങ്ങളെ മാത്രമല്ല, അതിൻ്റെ പെർസെൻറ്റേജിലും വർധനവ പ്രതീക്ഷിച്ച് ഇത്രയും രൂപ പ്രതീക്ഷിച്ചു. പക്ഷേ അതില്ലാതായി എന്നാണ് വി.ഡി. സതീശൻ വേദനയോട് പറഞ്ഞത്. എന്നാൽ അതിനെ അതിജീവിക്കുന്ന തരത്തിൽ നികുതി വർധനവുണ്ടായത് എങ്ങനെയാണ്? ഇത് UDF സർക്കാരിനോട് വി.ഡി. സതീശനോടുള്ള കേരള ജനതയുടെ ആത്മവിശ്വാസത്തിന് പ്രതീകമായി കണക്കാക്കുന്നു. അതറിയണമെങ്കിൽ ഈ നാളുകളിൽ തിരുവനന്തപുരത്തെത്തണം. UDF സർക്കാർ ചുമതലയേറ്റ അന്നു മുതൽ തിരുവനന്തപുരത്തെ ഏറ്റവും കുറഞ്ഞത് ഒരു 50% ആൾക്കൂട്ടമുണ്ടായി കാണും. തിരുവനന്തപുരം നഗരത്തിൽ നിന്നു തിരിയാൻ നേരമില്ല. ഗതാഗത തടസ്സത്താൽ ശ്വാസം മുട്ടുകയാണ്. തിരുവനന്തപുരത്തെ ഹോട്ടലുകളിലും ലോഡ്ജുകളിലും റൂം കിട്ടാനില്ല. തിരുവനന്തപുരത്തെ ടാക്സിക്കാർക്കും ഓട്ടോറിക്ഷക്കാർക്കുമൊക്കെ കച്ചവടം കൂടി. തിരുവനന്തപുരത്തെ എല്ലാ കച്ചവട സ്ഥാപനങ്ങളുടെയും കച്ചവടം വർദ്ധിച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ തിരുവനന്തപുരം നഗരം ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തേക്കാൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ
ഉണർന്നു പ്രവർത്തിക്കുന്നു. ഇത്തരത്തിലൊരു മാറ്റം കേരളത്തിൽ മറ്റെല്ലായിടത്തും ഉണ്ടായാലും അത്ഭുതപ്പെടേണ്ടതില്ല. അല്പം കൂടുതലായിരിക്കും തിരുവനന്തപുരത്തെ. കാരണം സംസ്ഥാനത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് സകലരും തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ് മന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ ഉദ്യോഗസ്ഥരെയൊക്കെ കാണാൻ. ആ ഒരു പ്രതീക്ഷ സകല മനുഷ്യർക്കുമുണ്ട്. മാറ്റം വരുത്താൻ ഇവർക്ക് കഴിയും, ഇവിടെ മാറ്റം വരും എന്ന ആത്മവിശ്വാസം തന്നെ ആളുകളെ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലത്ത് റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ വലിയ ഉണർവ് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ചെറുകിട കച്ചവടക്കാരുടെയൊക്കെ വരുമാനം വർദ്ധിച്ചു തുടങ്ങി. വി.ഡി. സതീശന്മേലുള്ള പ്രതീക്ഷ തന്നെയാണ് ഇതിൻ്റെ കാരണം. ആ പ്രതീക്ഷയ്ക്ക് പല കാരണങ്ങളുണ്ട്. പറഞ്ഞ വാക്കുകളൊക്കെ കൃത്യമായി പാലിക്കാൻ ശ്രമിക്കുന്നു എന്നത് തന്നെയാണ് ആദ്യത്തെ കാര്യം. നോക്കുക, നമ്മൾ ആശാ വർക്കർമാരുടെ ആണെങ്കിലും രക്ഷാപ്രവർത്തനത്തിൻ്റെ ആണെങ്കിലും അംഗൻവാടി ടീച്ചർമാരുടെ ആണെങ്കിലും ഒക്കെ പറഞ്ഞതൊക്കെ പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴിത് ഇന്ദിര ഗ്യാരണ്ടി എന്ന പ്രഖ്യാപനവും വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും നടപ്പിലാക്കിയിരിക്കുന്നു. ആ പ്രതീക്ഷ എല്ലായിടത്തും ഉള്ളത് കൊണ്ട് തന്നെ വിപണി സ്വാഭാവികമായും ഉണരുന്നു. കൊടുക്കൽ വാങ്ങലുകൾ വളരുന്നു. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തേക്ക് വന്നു. വിനോദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു പശു ഫാം നടത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ബാംഗ്ലൂരിൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ജോലി വേണ്ടത് വെച്ച് പ്രത്യേക തരത്തിൽ പശു ഫാമുമായി രംഗത്ത് വരുന്നു. എന്നാൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് അനുമതിയെ കൊടുക്കുന്നില്ല. ചാണകത്തെ മാലിന്യമായി കരുതി അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാശങ്കപ്പെട്ട് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വിനോദിനെ. വിനോദ് തന്നെ ഇങ്ങനെയാണ് പറഞ്ഞത്. രാവിലെ 8 മണിക്ക് തന്നെ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചു. സാർ നേരിട്ട് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിൽ ഇടപെടാമെന്നും നേരിട്ട് തന്നെ ഈ കാര്യങ്ങൾ ശരിയാക്കി തരാമെന്ന് വക്കാൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. താങ്ക് യു ഏഷ്യാനെറ്റ്, താങ്ക് യു ഫോർ ഓൾ ദ പീപ്പിൾ ഹു സപ്പോർട്ടഡ് മീ ഓൺ ദിസ്. ഏഷ്യാനെറ്റിലൂടെ ഈ വാർത്ത അറിഞ്ഞ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വിനോദിനെ വിളിക്കുകയും ഉടനടി എല്ലാ അനുമതികളും ചെയ്തു കൊടുക്കാൻ ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത്തരത്തിലൊരു മാറ്റം സംഭവിക്കുന്നു എന്നറിയുന്നതോടെ ആളുകൾ ആവേശത്തോടെ കച്ചവടത്തിനിറങ്ങുന്നു. ആ കച്ചവടം തന്നെയാണ് നികുതിയേതര വരുമാനവും വർദ്ധിക്കാൻ കാരണം. ഒരു ഉപഭോക്തൃ വിപണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആളുകളുടെ ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസം വി.ഡി. സതീശനോടുണ്ട് എന്നതിന് തെളിവാണ് ഈ നികുതി വരുമാനം. സാമ്പത്തിക വിദഗ്ധനായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് കാർത്തികേയനോട് ഞാൻ ഇതേക്കുറിച്ച് ചോദിച്ചു. ഈ ശുഭാപ്തി വിശ്വാസം നല്ലതാണ് എന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പ് സമയത്തെ 3 മുന്നണികൾ നടത്തിയ വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഈ മാറ്റത്തിന് കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കുക. നമസ്കാരം സാർ, സുഖം കരുതുന്നു. ഞാൻ ഇന്ന് രാവിലെ മലയാള മനോരമയിൽ ഒരു വാർത്ത കാണുന്നു. അതാണ് 5000 കോടിയോളം അധിക നികുതി വരുമാനം അവർക്ക് ഏപ്രിലും മെയ്യിലും കിട്ടി. പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടല്ല, ഒരു ആത്മവിശ്വാസം കൊണ്ടാണ്. ഇത് സത്യത്തിൽ അതിന്റെ ഒരു സാധ്യത സാർ എങ്ങനെയാ കാണുന്നത്? സാർ ആ വാർത്ത ശ്രദ്ധിച്ചോ? ഞാൻ കണ്ടിരുന്നു. അത് ഏതാണ്ട് 5600 കോടി രൂപയോളം അധികമായിട്ട് നമ്മൾ സമാഹരിക്കാൻ പറ്റിയെന്നുള്ളതാണ്. GST ഇനത്തിലാണെങ്കിലും രജിസ്ട്രേഷൻ, ഭൂമി നികുതി, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ഉണർവ് വന്നിട്ടുണ്ട്, ഒരു ഇൻക്രീസ് വന്നിട്ടുണ്ട്. കേന്ദ്ര വിഹിതത്തിൽ പോലും ഏതാണ്ട് 800-900 ക്രോർസ് ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പം നാച്ചുറലി ഒരു പോസിറ്റീവ് സിഗ്നൽ തന്നെയാണ്. ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലെ ടോട്ടലാണ് ഇത് പറയുന്നത്. അതൊരു ശുഭാപ്തി വിശ്വാസം നമുക്ക് എല്ലാവർക്കും, കേരളത്തിലുള്ള എല്ലാവർക്കും അതൊരു വലിയ ഒരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് നമുക്ക് കാര്യം കാണാൻ ഒക്കുന്നത് തന്നെയാണ്. അതിന്റെ പക്ഷെ അതൊരു ക്യാബിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതൊരു ഇയർ ലോങ് ചെയ്യാൻ ഒക്കുന്ന, അല്ലെങ്കിൽ ഇതൊരു നമ്മൾ സ്റ്റേബിൾ ആയി എന്ന് വിചാരിക്കാൻ പറ്റുന്ന ഒരു ഡേറ്റ അല്ല. അത് മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ വർധന ഉണ്ടാവുന്നത്? അതായത് ഞാൻ പെട്ടെന്ന് പ്രത്യേകിച്ചൊന്നും അവർ അധിക നികുതി പിരിച്ചിട്ടില്ല, പദ്ധതികളൊന്നുമില്ല. എങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വർധന ഉണ്ടാവുന്നത്? നാച്ചുറലി ഇപ്പൊ നമുക്കറിയാം, പുതിയ ഗവൺമെന്റ് വന്നു, അവരുടെ ഗവർണൻസ് ക്ലിക്കും ചെയ്തിട്ടില്ല, അവരുടെ ബഡ്ജറ്റ് വരുന്നേ ഉള്ളൂ. പ്രത്യേകിച്ചൊരു അങ്ങനെ ഒരു ഇമ്പാക്ട് ഒന്നും വന്നിട്ടില്ല. എന്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് എന്ന് പറയുന്നത്, ഒന്ന് ഈ ഇലക്ഷൻ ടൈം സ്പെൻഡിങ് ഉണ്ട്, മനസ്സിലായില്ലേ? അതായത് ഈ 3 ഫ്രണ്ടുകളും സ്പെൻഡ് ചെയ്തത് വലിയ തോതിലുള്ള പണമാണ്. ആ ഇലക്ഷൻ ടൈം സ്പെൻഡിങ് എന്ന് പറയുന്നത് ഇത് ഈ മതിലിൽ എഴുതുന്നത് മുതൽ പ്രിന്റിങ്, കാറിന്റെ വാടക, ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്പെൻഡിച്ചർ ഇന്ന് കൺസംഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ബോയൻസി എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാവും. അതൊരു മേജർ ഘടകമാണ്. ഇന്ത്യയിലെ ഇലക്ഷനെ പറ്റി പറയുന്നത് ഈ പലപ്പോഴും ഈ 5 വർഷം കൊണ്ട് ഉണ്ടാക്കുന്ന പണം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവന്യൂ അല്ലേ ഈ ഇലക്ഷൻ എന്ന് പറയുന്നത്.
അതൊരു മേജർ ഫാക്ടറായിട്ട് ഞാൻ കാണുന്നു, ഈ GST വരുമാനത്തിന്റെ വർധനവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെ, കോൺഫിഡൻസ് ഉണ്ടായി കാണുമല്ലേ ജനങ്ങൾക്ക് പുതിയ സർക്കാരിന്മേൽ ഒരു കോൺഫിഡൻസ്? ടൈം ആയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു പഴയ ഗവൺമെന്റ് ഒരു ഗവർണൻസ് ഫെയിലിയർ ഉണ്ടാക്കിയ ഗവൺമെന്റ് ആണെന്നുള്ള പരക്കെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ നമുക്ക് ഇലക്ഷൻ റിസൾട്ട്സിൽ നിന്ന് അത് മനസ്സിലാവും. അപ്പൊ ആ ഒരു എന്താ പറയുന്നത്, പക്ഷെ എന്നാലും ഈ മെയിലല്ലേ വന്നിട്ടുള്ളൂ. ഏപ്രിൽ മെയിൽ എന്ന് പറയുന്നത് മെയിലെ റിസൾട്ട്സ് വന്നതിന് ശേഷം ഉണ്ടാവുന്ന അങ്ങനെ ഒരു സ്പെർട്ട് വരുന്നു എനിക്ക് തോന്നുന്നില്ല. അതിനി കണ്ടറിയണം. പക്ഷെ എന്റെ ഒരു പ്രൈമറി ഇതെന്ന് പറയുന്നത് ബെറ്റർ GST കംപ്ലയൻസസ് ആവാം. കാരണം ഈ വേ ബില്ലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറെ കൂടെ, കാരണം റേറ്റ് ഭയങ്കരമായി കുറച്ചിട്ട് കംപ്ലയൻസ് കൂട്ടാനാണ് GST ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ ഒരു കംപ്ലയൻസിന്റെ ഒരു കളക്ഷൻ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകാം. രണ്ട്, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഡെഫിനറ്റ്ലി ആ ഇലക്ഷൻ ടൈം സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. നമുക്ക് അൺഒഫീഷ്യലി ഒക്കെ പറയുന്നത് ഒരു കാൻഡിഡേറ്റ് 140 മണ്ഡലങ്ങളിൽ 3 കാൻഡിഡേറ്റ്സ് ഒരു ആവറേജ് എത്ര കോടി വെച്ച് ചെലവാക്കും. പട്ടക്ക് ലക്ഷ്യങ്ങളായിരുന്നു പറഞ്ഞത്. എത്ര കോടി വെച്ചൊരു ആവറേജ് ചെലവാക്കും. അപ്പൊ അത്രയും പണം ഈ ആളുകളുടെ കയ്യിൽ വന്നിട്ടുണ്ട്, മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അതിന്റെ GST ഉണ്ടായിട്ടുണ്ട്. പഴയതുപോലെ നമുക്കൊരു ബ്ലാക്ക് മണി ആയിട്ട് മാത്രം ഇതിനെ ചെയ്യാനൊക്കില്ല. അപ്പോ ഡെഫിനറ്റ്ലി അതിന്റെ ഒരു ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. പിന്നെ ജനറൽ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു മാർക്കറ്റിൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, ഒരു ഓപ്റ്റിമിസം ഉണ്ട്. ഒരു പഴയ ഗവൺമെന്റിന്റെ ഒരു കറപ്റ്റ് ആയിരുന്ന ഗവൺമെന്റ് മാറി, അല്ലെങ്കിൽ രാഷ്ട്രീയത്തോടെ പെരുമാറുന്നത് മാറി, പല മിസ്യൂസ് ഓഫ് ഫണ്ട്സ് നടത്തിയിരുന്ന ഒരു ഗവൺമെന്റിനെ പറ്റിയൊക്കെ ഉള്ളൊരു മാറ്റം. പക്ഷെ അത് ഞാനൊരു ഫുൾ ക്രെഡിറ്റ് ഇപ്പൊ പുതിയ ഗവൺമെന്റിന് നമുക്കിപ്പോ കൊടുക്കാനൊക്കില്ല. സ്കീമിങ് 19-ാം തീയതിയുള്ള ബഡ്ജറ്റും അതിനുശേഷമുള്ള നടപടികളും ഈ പറയുന്ന പല വെൽഫെയർ ഫ്രീ ബി കാര്യങ്ങളും ഒക്കെ നമ്മളെ ഒന്ന് കെയർ ചെയ്യുന്നുണ്ട്. നമുക്കൊരു പേടിയുണ്ട്, ഇതൊക്കെ ഈ ഫ്രീ ബീസ് കൊടുത്ത് എങ്ങനെ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ് എങ്ങനെ വലുതാവുന്നുള്ളത്. പക്ഷെ സ്റ്റാർട്ട് ഇസ് ഗുഡ്. അതിന്റെ റീസൺ ഞാൻ മെയിനായിട്ട് കാണുന്നത് ഈ ഇലക്ഷൻ ടൈം സ്പെൻഡിങ് ആണ്. പിന്നെ മാത്രമല്ല, പല ഈവൻ ഗവൺമെന്റ് സ്പെൻഡിങ് തന്നെ ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. ഈ ഇലക്ഷൻ സമയമാകുമ്പോ ഡിസ്ബേഴ്സ്മെന്റ് കൂട്ടി, കൊടുക്കാനുള്ളത് കൊടുത്തു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് ഗവൺമെന്റും ഒരുപാട് സ്പെൻഡിങ് നടത്തിയിട്ടുണ്ട്. ഒരു കൺസംഷൻ ലെഡ് ഗ്രോത്ത് തന്നെയാണ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യം. പക്ഷെ ഐ എം പോസിറ്റീവ്. 5000 കോടി നമുക്ക് കളക്ഷൻ കൂടുതൽ കിട്ടി. അത്രയും 10-48,000 കോടി ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പേ ചെയ്യേണ്ട പണത്തിന്റെ ഒരു അംശമെങ്കിലും നമുക്ക് 10% നമുക്ക് കിട്ടിയല്ലോ. അതിൽ ഞാൻ വലിയ ഹാപ്പിയാണ്, പോസിറ്റീവാണ്. താങ്ക് യു സർ. താങ്ക് യു.